വളരെ കാലം മുൻപ് സ്കോട്ട്ലൻഡിൽ മാക്ബെത്ത് എന്ന ധീരനും ശക്തനുമായ ഒരു സൈനികൻ ജീവിച്ചിരുന്നു. അവൻ യുദ്ധത്തിൽ ഒരു വില്ലാളി വീരനായിരുന്നു. രാജാവിന് ഈ യോദ്ധാവിനെ വളരെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം ഒരു വലിയ പോരാട്ടത്തിനു ശേഷം മാക്ബെത്തും സുഹൃത്ത് ബാങ്കോയും കാട്ടിലൂടെ നടക്കുകയായിരുന്നു. പൊടുന്നനെ 3 വിചിത്ര മന്ത്രവാദിനികൾ പ്രത്യക്ഷപ്പെട്ടു. നമസ്കാരം മെക്ബെത്ത്. നിങ്ങൾ സ്കോട്ട്ലൻഡിന്റെ രാജാവാകും. ബാങ്കു, നീ രാജാവാക്കില്ല. നിന്റെ മക്കൾ രാജാക്കന്മാരായി തീരും. ഇതും പറഞ്ഞ് അവർ അപ്രത്യക്ഷനായി. മാക്ബെത്ത് ഞെട്ടിപ്പോയി. താനോ, ഒരു രാജാവോ? അയാൾ അമ്പരന്നു. എന്നാൽ അതെങ്ങനെ സംഭവിക്കുമെന്ന് അദ്ദേഹത്തിന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. അവൻ ഈ കാര്യം തൻ്റെ ഭാര്യയായ ലേഡി മാക്ബെത്തിനോട് പറഞ്ഞപ്പോൾ അവൾ ആവേശഭരിതയായി. അവൾ കാത്തിരിക്കാൻ തയ്യാറായില്ല. മാക്ബെത്ത് രാജാവാകണമെന്ന് അവൾ ആഗ്രഹിച്ചു. ലേഡി മാക്ബെത്ത് പറഞ്ഞു, ഹേയ് മാക്ബെത്ത്, രാജാവ് ഇന്ന് രാത്രി സന്ദർശിക്കാൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് ശരിക്കും രാജാവാകണമെങ്കിൽ നമ്മൾ അത് ഇന്ന് നടപ്പാക്കണം. രാജാവിനെ കൊല്ലണം. ആരെയും വേദനിപ്പിക്കാൻ മാക്ബെത്ത് ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ ലേഡി മാക്ബെത്തിന്റെ തുടർച്ചയായുള്ള പ്രേരണയും അധികാരമോഹവും മൂലം മാക്ബെത്ത് അതിന് സമ്മതിച്ചു. അന്ന് രാത്രി രാജാവ് ഉറങ്ങിക്കിടക്കുമ്പോൾ മാക്ബെത്ത് ആ കൃത്യം നടപ്പാക്കി. ദയാലുവും വൃദ്ധനുമായ രാജാവിനെ അദ്ദേഹം കൊലപ്പെടുത്തുകയും മറ്റാരോ ഇത് ചെയ്തതുപോലെ തോന്നിപ്പിക്കുകയും ചെയ്തു. പിന്നീട് മാക്ബെത്ത് രാജാവായി. എന്നാൽ രാജാവായിരിക്കുക എന്നത് അത്ര രസകരമായിരുന്നില്ല. മാക്ബെത്ത് എല്ലായ്പ്പോഴും ഭയന്നിരുന്നു. ആരെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് കിരീടമെടുത്താൽ അദ്ദേഹം എന്തു ചെയ്യും? ബാങ്കോയുടെ മക്കൾ രാജാക്കന്മാരായി തീരുന്നതിനെക്കുറിച്ച് മന്ത്രവാദികൾ പറഞ്ഞത് ശരിയാണോ? അതിനാൽ അത് സംഭവിക്കാതിരിക്കാൻ മാക്ബെത്ത് കൂടുതൽ മോശമായ കാര്യങ്ങൾ ചെയ്തു. ബാങ്കോയെയും ബാങ്കോയുടെ കുടുംബത്തെയും ക്രൂരമായി കൊലപ്പെടുത്തി. എന്നാൽ അതിനിടയിൽ ബാങ്കോയുടെ ഒരു മകൻ രക്ഷപ്പെട്ടിരുന്നു. പിന്നീടുള്ള രാത്രികൾ മാക്ബെത്തിന് ഉറങ്ങാനായില്ല. ഒരു രാത്രി മാക്ബെത്ത് അത്താഴത്തിനിരിക്കുമ്പോൾ ഒരു പ്രേതത്തെ കണ്ടു. ബാങ്കോയുടെ പ്രേതത്തെ. രാജാവിന് സ്വബോധം നഷ്ടപ്പെട്ടെന്ന് എല്ലാവരും കരുതി. മാക്ബെത്തിന് ഇനി ധൈര്യമുണ്ടായിരുന്നില്ല. അവൻ ഭയം കൊണ്ട് നിറഞ്ഞിരുന്നു. അങ്ങനെ അവൻ മന്ത്രവാദിനികളുടെ അടുത്തേക്ക് മടങ്ങി. മന്ത്രവാദിനികൾ പറഞ്ഞു, ഒരു സ്ത്രീയിൽ നിന്ന് ജനിച്ച ആർക്കും നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയില്ല. നിങ്ങൾ സുരക്ഷിതരായിരിക്കും, വനം നിങ്ങളുടെ കോട്ടയിലേക്ക് നടക്കുന്നതുവരെ. മാക്ബെത്ത് ചിരിച്ചു. എല്ലാവരും ഒരു സ്ത്രീയിൽ നിന്നാണ് ജനിക്കുന്നത്. കാടുകൾ നടക്കില്ല. അയാൾക്ക് വീണ്ടും ശക്തി അനുഭവപ്പെട്ടു. എന്നാൽ മന്ത്രവാദിനികൾ തന്ത്രശാലികളായിരുന്നു. അകലെ മാക്ബെത്ത് ചെയ്ത എല്ലാ ചീത്ത കാര്യങ്ങളെക്കുറിച്ചും മാക്ഡഫ് എന്ന നല്ല മനുഷ്യൻ കേട്ടിരുന്നു. മാക്ഡഫ് അവനെ തടയാൻ ഒരു വലിയ സൈന്യത്തെ കൊണ്ടുവന്നു. അവർ മുന്നേറുമ്പോൾ ഒളിച്ചിരിക്കാൻ മരക്കൊമ്പുകളും മുറിച്ചു. കാട് നടന്നു പോകുന്നത് പോലെ തന്നെ മാക്ബെത്തിന് വീണ്ടും പേടിയായി. അവസാന യുദ്ധത്തിൽ മാക്ബെത്ത് മാക്ഡഫിനെ മുഖാമുഖം കണ്ടുമുട്ടി. മാക്ബെത്ത് പറഞ്ഞു, ഹേയ്, നിങ്ങൾക്ക് എന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല. ഒരു സ്ത്രീയിൽ നിന്ന് ജനിച്ച ആർക്കും എന്നെ കൊല്ലാൻ കഴിയില്ല. എന്നാൽ മാക്ബെത്ത് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് മാക്ഡഫ് പറഞ്ഞത്. അവൻ മറ്റുള്ളവരെ പോലെ ജനിച്ചയാളല്ല. അവനെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും സിസേറിയൻ ചെയ്ത് എടുത്തതാണ്. മന്ത്രവാദിനികൾ തന്നെ കബളിപ്പിച്ചുവെന്ന് മാക്ബെത്ത് മനസ്സിലാക്കി. ആ നിമിഷത്തിൽ മാക്ഡഫ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം സ്കോട്ട്ലൻഡിൽ സമാധാനം തിരിച്ചെത്തി. ഒരു പുതിയ രാജാവ് ഭരിച്ചു. നല്ലവനും നീതിമാനുമായ ഒരാൾ. മാക്ബെത്തിന്റെ കഥ കേൾക്കുമ്പോൾ എന്ത് പാഠമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്? അധികാരത്തെ തെറ്റായ വഴിക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അതൊരിക്കലും നന്നായി അവസാനിക്കില്ല. നന്ദി.